ഹായ് എവരി വൺ. അപ്പോൾ കുഞ്ഞൊരു അപ്ഡേറ്റാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എർത്തിലെ ഈ 3 പോർട്ടൽസ്, വീനസ് റിട്രോഗ്രേഡ്, ഇനിയിപ്പോൾ മെർക്കുറി റിട്രോഗ്രേഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർച്ച് വളരെ ക്ലൻസിങ് ആണ്. ഒരുപാട് മാസീവായിട്ടുള്ള അവേക്കനിങ് നടക്കുന്നുണ്ട്. കൂടാതെ എന്താ പറയുക, റിലേഷൻഷിപ്പിൽ ഒരുപാട് ചലഞ്ചസും, അല്ലെങ്കിൽ പഴയ ആൾക്കാർ വരുന്നു, നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നു, പുതിയ റിലേഷൻഷിപ്പ് വരുന്നു. ഇങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പിലും ഒരുപാട് ഡീപ്പറായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ടയേർഡ്നെസ് ഫീൽ ചെയ്യാം, ഉറക്കം കൂടുതലും ഉറക്കക്കുറവ്, നമുക്ക് ഇറിറ്റേഷൻസ് വരാം, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് ഇവർ എന്നോട് ഇങ്ങനെ ചെയ്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കോൺടാക്റ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ സെപ്പറേഷനിലേക്ക് പോവാം, ചിലപ്പോൾ യൂണിയനിലേക്ക് വരാം. ഇങ്ങനെ പല രീതിയിലാണ് കേട്ടോ ഇപ്പോഴത്തെ എനർജി നടക്കുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് കാണുന്നവരാണെങ്കിൽ ഇത് നോർമലാണ്. ഈ സമയത്ത് നോർമലി ഈ ജേർണിയിൽ പോകുന്നവർക്ക് വരുന്നതാണ്. ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പർജിങ്സ് വളരെയധികം കൂടുതലാണ്. ഞാൻ പറഞ്ഞു, സ്കിൻ പർജിങ്സ് ചിലവർക്ക് വരുന്നുണ്ടായിരിക്കാം. ലോവർ പോർഷൻസിൽ DNA ചേഞ്ചസ് നടക്കുമ്പോൾ സ്കിൻ പർജിങ്സ് വരുന്നുണ്ട്. ഒരുപാട് പർജിങ്സ് വരുന്നു. വെറുതെ കരയുക, വെറുതെ അങ്ങനെ നമ്മുടെ കെട്ടി നിൽക്കുന്ന പല ഇമോഷൻസും റിലീസ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ നമുക്ക് തന്നെ ഡൗട്ട് പോകും, നമ്മൾ ഈ ജേണിയിലാണോ, അല്ലെങ്കിൽ ഈ ജേണി എന്താണ് ഇങ്ങനെ, എനിക്ക് മാത്രം യൂണിവേഴ്സ് എന്താണ് ഇങ്ങനെ തന്നത്, വളരെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ പല നമ്മൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് വരാനുള്ള ചാൻസസും കൂടുതലുണ്ട്. കൂടെ നെഗറ്റീവ് അറ്റാക്സും വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെപ്പോഴും എല്ലാവരും കാണുന്നവർ ഓറ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട്, ആർക്കേഞ്ചൽ മൈക്കിളോ ആരെയാണെങ്കിലും ആർക്കേഞ്ചൽസിനെ വിളിച്ച് എപ്പോഴും പ്രൊട്ടക്ഷൻസ് ചോദിക്കുക, എപ്പോഴും സോൾട്ട് ബാത്ത് എടുക്കാൻ ശ്രമിക്കുക, ക്ലെൻസ് ചെയ്യുക. പറ്റുവാണ് നന്നായി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നവർക്ക് നന്നായി കിടന്ന് ഉറങ്ങുക, റിലാക്സ് ആവുക. കാരണം നമ്മുടെ DNA നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആകുമ്പോഴാണ് അത് കൂടുതലും വർക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആകുമ്പോഴും അവിടെ ക്ലാഷസ് വരാം. അപ്പോൾ നമുക്കിങ്ങനെ പർജിങ്സായിട്ട് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ കേസാണെങ്കിലും അവരും ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും. അവർക്ക് നിങ്ങൾ വേണമെന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയുന്നില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഓടാം, ചിലപ്പോൾ യൂണിയനായിട്ട് വരുന്നതും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ഹാബിറ്റ്സിൽ അതെനിക്ക് പറയണമെന്ന് തോന്നി. വെജിറ്റേറിയൻസ് ആയവർ പോലും ചില സമയത്ത് നോൺ വെജിലേക്കൊരു ക്രേവിങ്സ് വരുന്ന ഫീൽ ചെയ്യാം. മേ ബി നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴെങ്കിലും നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡിനോടുള്ള ക്രേവിങ്സ് ഉണ്ടായിരിക്കുമല്ലോ. പണ്ടെപ്പോൾ ഞാനും ആ ഫുഡ് കഴിക്കും, ബിരിയാണി കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം അതൊക്കെ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കാം, നോൺ കഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ അത്ര ക്രേവിങ്സ് വരും. ജസ്റ്റ് ഒന്നൊരു കാര്യം കഴിച്ചിട്ട് അത് തന്നെ ലീവ് ചെയ്തോളൂ. ഇനി അത് കഴിച്ചല്ലോ, ഇനി ഇങ്ങനെ വരും, ഇങ്ങനെയൊന്നും ചിന്തിക്കുകയാണ്. കാരണം ഇത് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും തോറും ഇത് പിന്നീടും വരും. അപ്പോൾ വരുന്ന കാര്യങ്ങൾ റിലീസ് ചെയ്യുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഇങ്ങനെയും ഒരു കേസസ് വരുന്നതായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തേർഡ് ഐയിലും ത്രോട്ട് ചക്രയിലൊക്കെ നല്ല രീതിയിൽ കോൾഡ്, കഫ്, ഫീവർ ഇതൊക്കെ വരുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ചെവിയൊക്കെ അടഞ്ഞ സിറ്റുവേഷൻസ് ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നും കേൾക്കുന്നില്ല, എന്നാൽ കേൾക്കുന്നുണ്ട്. ഭയങ്കര ഒരു എന്തൊക്കെയോ തടസ്സങ്ങൾ പോലെ. നമ്മൾ എത്ര ക്ലെൻസ് ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ലെറ്റ് ഗോ ചെയ്തു. അതൊരു ടൈം ഉണ്ടായിരിക്കും, ആ സമയത്ത് അത് റിലീസ് ചെയ്തോളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റും, വെള്ളം കുടിക്കുക. ഇപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ ടൈമൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ അതെടുക്കാൻ പറ്റുവാണെങ്കിൽ അതെടുക്കൂ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം, മൂഡ് സ്വിങ്സ് വരാം. പെട്ടെന്ന് നമുക്ക് ദേഷ്യം കൂടുന്നതായിട്ടും വളരെ ലോ ആയിട്ടും ഇരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കേസിലാണെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യലി പോകുന്നവർക്ക് പെട്ടെന്ന് പൈസ കുറയുന്ന സിറ്റുവേഷൻസ്, പൈസ വരാത്ത സിറ്റുവേഷൻസ് വരാം. കരിയറിൽ ബ്ലോക്ക് വരാം. ഇപ്പോൾ കംപ്ലീറ്റ്ലി ലാഗാണ് കേട്ടോ. ഈ ലാഗ് നിങ്ങൾക്ക് ഷാഡോ വർക്ക് ചെയ്യാൻ വേണ്ടി കൂടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻസ് വരുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തൊക്കെ ഓടുകയാണെങ്കിൽ നിങ്ങളിലേക്ക് നോക്കിയുടെ ടൈം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നമ്മളുടെ സോളുമായിട്ട്. അതാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസസും വരാനുള്ള ചാൻസസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ ചെറിയ യോഗയോ മെഡിറ്റേഷൻസോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നല്ല മ്യൂസിക്സ് കേൾക്കുക, ഡാൻസൊക്കെ ചെയ്യുക, നന്നായിട്ട് ഗ്രൗണ്ട് ചെയ്യുക. ഗ്രൗണ്ടിങ് എസെൻഷ്യലാണ് കേട്ടോ. എനർജി ഇങ്ങനെ ഹെവി ആകുമ്പോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിക്ക് നമ്മളെ ക്ലെൻസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, ഗ്രൗണ്ടൊക്കെ ചെയ്യുക. പിന്നെന്താണ്, പിന്നെയുള്ള അപ്ഡേറ്റ് എനിക്കിതൊക്കെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം.
പല രീതിയിലും ടെസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണോട് അതീവമായിട്ടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഈ സമയത്ത് ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാണ്. കാരണം അവർ നിങ്ങളോട് ചിലപ്പോൾ മോശമായിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ട്രിഗേഴ്സ് വരുമ്പോൾ നിങ്ങളത് വിട്ടു പോകുന്നുണ്ടോ അതോ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പീരീഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടാരോ പഠിച്ചവർക്കറിയാം ജഡ്ജ്മെൻറ്റ് കാർഡ് പോലെയാണ് കേട്ടോ. പിന്നെ എസ്പെഷ്യലി മുകളിലത്തെ ചക്രാസിലൊക്കെ നല്ല രീതിയിൽ ത്രോട്ട്, തേർഡ് ഐ, ഹാർട്ട് ചക്ര, അതുപോലെ റൂട്ട് ചക്രയിലും ഉണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ക്ലൻസിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബീജ് മന്ത്ര ചൊല്ലാം, 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്യാം. പറ്റുവാണെങ്കിൽ 1 hour എങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾ നല്ല മ്യൂസിക്സ് കേട്ടിട്ട് കുറച്ച് നേരം മ്യൂസിക്കിലേക്ക് ഇങ്ങനെ ലയിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക, ഫ്രഷ് ഫ്രൂട്ട്സും അങ്ങനെ വെജീസൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ട്, അതിൻ്റെ പാട്ടാണ്. ഇതൊരു April 12th വരെയൊക്കെ വീനസ് റിട്രോഗ്രേഡിൻ്റെ ചേഞ്ചസ് മാറുന്നുണ്ട്. അതിനുശേഷം മെർക്കുറി റിട്രോഗ്രേഡ് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സംതിങ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി മേജർ ഷിഫ്റ്റാണ് നടക്കുന്നത് കേട്ടോ. 3 പോർട്ടൽ കഴിഞ്ഞു, പിന്നെ ഇനിയിപ്പോൾ ന്യൂ മൂൺ കഴിഞ്ഞു, ഇനി ഫുൾ മൂൺ വരുന്നുണ്ട്. ഓക്കെ, പറ്റുവാണെങ്കിൽ ക്രിസ്റ്റൽസ് വാങ്ങും. അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഉള്ളവർ അതൊക്കെ ക്ലെൻസ് ചെയ്യുക, എനർജൈസൊക്കെ ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ടൊക്കെ ഹീൽ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. റീഡിങ്സൊക്കെ വേണമെങ്കിൽ റീഡിങ്സ് എടുക്കാം, കറൻറ്റ് ഫീലിങ്സൊക്കെ നോക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ ജെന്യുവൻ ആണോ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് ഞാൻ. കാരണം ഈ ഒരു സമയത്ത് വളരെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് സ്റ്റുഡൻസിനൊക്കെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നന്നായിട്ട് ഹീൽ ചെയ്യുക, നന്നായിട്ട് ഓം ചാൻറ്റിങ് ചെയ്യുക. എനിക്ക് എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ കൂടുതലും ശിവ കോൺഷ്യസ്നെസ്സിലേക്ക് കൂടുതലായിട്ട് പോകുന്ന പോലെ ശിവ സോങ്സാണ് കൂടുതലും എനിക്ക് വരുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന ഡിവൈൻ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. വിഷമം സങ്കടമൊക്കെ വരുമ്പോൾ നമുക്ക് ലെറ്റർ റൈറ്റിങ്ങൊക്കെ എഴുതിയിട്ട് കത്തിച്ച് സറണ്ടർ ചെയ്യുക. ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സറണ്ടർ, കംപ്ലീറ്റ് സറണ്ടറാണ്. ദിസ് ഈസ് ദ പാർട്ട്. കൂടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ഒരുപാട് കൊല്ലമായിട്ട് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പ്രത്യേകിച്ച് അവരുടെ ലൈഫിൽ ചേഞ്ചസ് ഇല്ല. ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് റയറസ്റ്റ് ആണ് കേട്ടോ. സ്പിരിച്വൽ കണക്ഷനാണ്, സോൾ പർപ്പസ് ചെയ്യാനുള്ളതുണ്ടായിരിക്കും. സൈക്കിക് എബിലിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ റിലേഷൻഷിപ്പിലായിരിക്കും. ചുമ്മാ നിങ്ങൾ ഫേക്ക് മീൻസ് ഇപ്പോൾ ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു ഫീവറാണ് എല്ലാവർക്കും. എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്നാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആയില്ലെങ്കിൽ എന്തോ ഒരു മോശം പോലെയൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് അതിന് ചൂസൺ വൺസ് മാത്രം ട്വിൻ ഫ്ലെയിംസ് ആയിട്ട് വരും. അവർക്ക് സോൾ പർപ്പസ് ചെയ്യാനും ഭൂമിയിലേക്ക് ചെയ്യേണ്ട ഒരുപാട് പർപ്പസ് ഉണ്ട്. അവർക്കാണിത് പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നോർമൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ കാണാനില്ല. പുതിയ ആളുകൾ വരുമ്പോൾ ട്വിൻ ഫ്ലെയിം ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സ്പിരിച്വൽ കണക്ഷൻസ് ആണ്. നമ്മൾ ഇപ്പോൾ ഒരു പേഴ്സൺ തിരിച്ച് വന്നു, കോൺടാക്റ്റ് വന്നു, അത് റിയൂണിയൻ അല്ല അത്. നിങ്ങൾ കംപ്ലീറ്റ്ലി റിയൂണിയനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അത്രയും ഹീലാവണം. അതിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4-5 years എങ്കിലും പിടിക്കും കംപ്ലീറ്റ് കണ്ടൻറ്റ് ഫേസിലേക്ക് വരാൻ. അങ്ങനെ ഇയേഴ്സ് കണക്കായിട്ട് പറയല്ല, പക്ഷെ നമുക്ക് അത്രയും മാറണം. നമുക്ക് ഷാഡോ വർക്ക്സ് ഒരുപാടുണ്ട്. ഈഗോ അല്ലെങ്കിൽ ഫാദർ വൂൺസ്, മദർ വൂൺസ്, അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ അവിടെ അത്യാവശ്യമാണ്. അത് ഒരു സമയം കൊണ്ടൊന്നും മാറില്ല. ഒരുപാട് പ്രാവശ്യം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്ലെൻസിങ് ഒക്കെ നടക്കുന്നതും നമുക്ക് തന്നെ മനസ്സിലാവുന്നതും എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു 3333 നമ്പർ കാണുന്നുണ്ടായിരിക്കാം. 1010 1111 144 1144 അല്ലെങ്കിൽ 4141 369 396 693 ഈ കോമ്പിനേഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ 2222 ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കും. 6996 ഒക്കെ അറിയാലോ, ഫെമിനിൻ അല്ലെങ്കിൽ മാസ്കുലിൻ്റെ എവേക്കനിങ് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് സിംറ്റംസൊക്കെ, സൈൻസ്. എനിക്കൊരു മെസ്സേജ് വന്നു ഇപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കേസിലൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കൂ. കാരണം അത് നിങ്ങളുടെ ബോഡി അത് ക്രേവ് ചെയ്യുന്നതായിരിക്കാം. ഇനി അത് ഞാനത് കഴിച്ചല്ലോ എന്നൊരു കുറ്റബോധം, അങ്ങനത്തെ ഒരു ഗിൽറ്റ് എടുത്ത് വയ്ക്കുമ്പോൾ എഗെയിൻ ഒരു കർമ്മ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നന്നായിട്ട് ക്ലൻസ് ചെയ്ത് ഉള്ളു ശുദ്ധമാക്കി ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു.